മാനന്തവാടിയിൽ നരഭോജി കടുവയുടെ സാന്നിധ്യം വീണ്ടും. പഞ്ചാരക്കൊല്ലി ജനവാസ മേഖലയിൽ കടുവയെ വീണ്ടും കണ്ടതായി നാട്ടുകാർ പറയുന്നു. ഡോക്ടർ അരുൺ സക്രിയയുടെ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധന. അതേസമയം പ്രതിഷേധത്തെ തുടർന്ന് കളക്ടർക്ക് പകരമെത്തിയ ADMന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ആരംഭിച്ചു. കടുവയെ വെടിവെച്ചു കൊല്ലണമെന്നും തോട്ടം തൊഴിലാളികൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും നാട്ടുകാരുടെ ആവശ്യം. കളക്ടറും സബ് കളക്ടറും സ്ഥലത്തെത്താത്തതിൽ പ്രതിഷേധം തുടരുമെന്നും നാട്ടുകാർ അറിയിച്ചു. ബേസ് ക്യാമ്പിന് മുന്നിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിച്ചിരുന്നു. വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നു. അർജുൻ, നരഭോജി കടുവയുടെ സാന്നിധ്യം മാനന്തവാടിയിൽ കണ്ടു. പ്രത്യേകിച്ച് പഞ്ചാരക്കൊല്ലി ജനവാസ മേഖലയിലാണ് കടുവയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത്. എന്തായാലും ആശങ്കയ്ക്കിടയാക്കിക്കൊണ്ട് തന്നെ സാഹചര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്താണ് ഇനി തുടർ നടപടികൾ? തീർച്ചയായും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ തൊട്ടപ്പുറത്തുള്ള ആ വീടിനടുത്താണ് ഇത്തരത്തിൽ ഒരു കടുവയെ കണ്ടു എന്നുള്ളത് പറയുന്നത്. നൗഫൽ എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിനടുത്ത ആ കടുവയെ കണ്ടു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നതാണ്. ഇത്തരത്തിൽ ആ കടുവയെ കണ്ടു എന്ന് പറയുന്നു. മാത്രമല്ല ഈ പ്രദേശത്താണ് കടുവ ഉള്ളത് എന്നുള്ളത് അടക്കമുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് നാട്ടുകാർ അടക്കമുള്ളവർ ഈ കടുവയെ തെരയുന്നതാണ്. പോലീസും ഫയർഫോഴ്സും അടക്കമുള്ളവർ ഈ സ്ഥലത്ത് ഈ തെരച്ചിൽ നടത്തുന്നുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആ പ്രദേശത്ത് അക്കരെ ഈ ഒരു തേയിലത്തോട്ടത്തിന്റെ അക്കരെയാണ് ഇപ്പോൾ കടുവ ഉള്ളത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അത്തരത്തിൽ നാട്ടുകാർ കടുവയെ കണ്ടു എന്നുള്ളതും പറയുന്നു. ചേട്ടാ, കണ്ടായിരുന്നു? മക്കള് കണ്ടു എന്നാ പറഞ്ഞേ. അവിടുന്ന് നൗഫലിന്റെ മക്കള് കണ്ടു. അപ്പോഴാണ് അവിടുന്ന് വിളിച്ചു പറഞ്ഞത്. അതെ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നൗഫൽ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ ആ ഒരു സ്ഥലത്ത് തന്നെ കടുവയെ കണ്ടിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നാട്ടുകാർ വിളിച്ചു പറഞ്ഞത്. ഇത്തരത്തിൽ അവിടെയുള്ള മക്കൾ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പരിശോധന നടത്തുന്നത്. നാട്ടുകാരടക്കം അങ്ങോട്ട് ഇറങ്ങി പോയത് കൊണ്ട് തന്നെ പോലീസുകാർ ആ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ആ ഒരു പ്രദേശത്തേക്ക് ആളുകളെ കയറ്റിവിടാതെ അവിടെ പരിശോധന നടത്തുവാൻ ഒരുങ്ങുകയാണ് പോലീസും അതുപോലെ തന്നെ വനംവകുപ്പും. സ്വാഭാവികമായും ഇത്തരത്തിൽ ഈ ഒരു പ്രദേശത്ത് തന്നെ കടുവ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടാൻ കഴിയുമെന്ന ആ ഒരു പ്രതീക്ഷയിലാണ് വനംവകുപ്പുള്ളത്. RRT സംഘമാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശത്തേക്ക് പോയിട്ടുള്ളത്. RRT സംഘമുണ്ട്, പോലീസുണ്ട്, അതുപോലെ തന്നെ വനംവകുപ്പുണ്ട്. ഇവർ 3 പേരും കൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രദേശത്തേക്ക് ഈ തെരച്ചിലിനായി പോകുന്നത്. ആ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം നമുക്കിവിടെ തെരച്ചിൽ നടത്തുന്നത് കാണുവാൻ സാധിക്കും. ഈ തേയിലത്തോട്ടത്തിന്റെ അക്കരെയാണ് ഇത്തരത്തിൽ കടുവ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ കടുവ ആ പ്രദേശത്ത് നിന്നും ഓടിപ്പോയി എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു അനുമാനം. ആ ഒരു സാഹചര്യത്തിൽ ഇനി ഏത് രീതിയിലാണ് ഇനി കടുവയെ പിടിക്കുക എന്നുള്ളത് കൂടിയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു ആലോചന ഉണ്ടാകുന്നത്. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ തേയിലത്തോട്ടത്തിന്റെ അക്കരെയുള്ള ആ പ്രദേശത്ത്, ആ കാട് പിടിച്ച പ്രദേശത്ത് തൊട്ടപ്പുറത്ത് വീടുകളുണ്ട്. ആ വീടുകളിൽ ഒന്നിന്റെ മുറ്റത്ത് ആ വീടിന്റെ ബേക്കിൽ ഇത്തരത്തിൽ കടുവയെ കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിൽ ഈ പ്രദേശത്താകെ കടുവയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത്തരത്തിൽ നാട്ടുകാരൊക്കെ ഇവിടെ എത്തി വലിയ രീതിയിലുള്ള ഒരു തെരച്ചിലൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഈ ഒരു കടുവയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ആ ഫോറസ്റ്റുകാർ ഉൾപ്പെടെ വനംവകുപ്പ് ഉൾപ്പെടെ അതായത് കടുവനെ കണ്ടിട്ട് ഒരു 5 മിനിറ്റ് സമയം തന്നെ ആയിട്ടുള്ളൂ. ഞങ്ങൾ കണ്ടിട്ട് ഇവിടെ വന്നപ്പോൾ ഫോറസ്റ്റുകാരോട് പറഞ്ഞ് കടുവ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫോറസ്റ്റുകാർ എല്ലാവരും ഇറങ്ങി വന്ന് കീശയില് കയ്യിലിട്ടിട്ട് ഞാൻ നോക്കി നിൽക്കാന്നല്ലാതെ ഞങ്ങൾ ഇറങ്ങി. അതെ, അക്കരെ കാണുന്ന ആ വീടിന്റെ ബേക്ക് വശം, അതേ അക്കരെ കാണുന്ന ആ വീട്ടിന്റെ ബേക്ക് വശമാണ് കടുവേനെ കണ്ടത്. എന്റെ സുഹൃത്താണ്. കണ്ടിട്ട് വന്ന കളി അങ്ങനെ കമ്പം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരെയും വിളിച്ച് ബരിയട നോക്കാന്ന് പറഞ്ഞു. അവിടെ ഞങ്ങൾ പോയപ്പോൾ പോലീസുകാർ ലാത്തിയും കൊണ്ട് വന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് ഇരിക്കുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ ജനിച്ച വഴിക്ക് എതിരെ ഈ പറമ്പിന് വഴിയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാവുള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ രക്ഷപ്പെടുത്തണം. ആക്രമിക്കാൻ കുട്ടികൾ പുറത്തുണ്ട്, അതുകൊണ്ട് രക്ഷപ്പെടുത്താനുള്ള പോക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പോലീസുകാർ വന്ന് പറയാണ് നിങ്ങൾ ഇങ്ങോട്ട് നിൽക്കുന്നു. കൽപ്പറ്റ കിടക്കുന്ന കണ്ണൂർ കിടക്കുന്ന പോലീസുകാരന് പഞ്ചാരക്കൊല്ലി വഴി അവിടെ നിന്ന് എങ്ങനെ അറിയും? ഞങ്ങളെ അങ്ങനെ പെരുമാറും അവര്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? വീടിന്റെ തൊട്ട് നേരെ ബേക്കില് ഫോറസ്റ്റ് ആണത്, തൈക്കാടാണ്. ഞാനിപ്പോ അവിടുന്ന് എന്നെ വിളിച്ച് എന്റെ സുഹൃത്ത് വന്ന് പറഞ്ഞു ഓടി വന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഓടി പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ആ ബേക്ക് വെച്ചുമുണ്ട്. ആ സൈഡില് ഇവിടെ 10-20 വീടുണ്ട്. അവിടെ അങ്ങനെ ആ ഭാഗത്ത് അവിടെ വീടുമാണ്. ഒരു കാടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വീടാണ് ഫുള്ള് കംപ്ലീറ്റ്. അങ്ങോട്ട് ഭാഗത്താണ് കണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ ഫോറസ്റ്റുകാരെ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ റോട്ടിൽ നിന്ന് ഇങ്ങനെ കീശ കയ്യും പാൻറ്റും ഇട്ട് നോക്കി നിൽക്കാന്നല്ലാതെ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴാണ് അവരിറങ്ങിയത്. അവരിപ്പോ വന്ന് പോകുന്ന ഒരു കള്ളനെ പിടിക്കാനാണ് പോണത്, അല്ലാതെ കടുവനെ പിടിക്കാനല്ല. കടുവ ഇപ്പൊ ഇവര് പോയി അവിടെ നിൽക്കുവോ? അവിടെയൊക്കെ ആൾക്കാരും കുട്ടികളും ഉള്ളതാണ്. പോലീസ് ഞങ്ങളെ തടഞ്ഞു. നിങ്ങൾ ഇങ്ങോട്ട് നിൽക്കുന്നു. ഇവിടുത്തെ വഴി ഞങ്ങൾക്കല്ലേ അറിയാവുള്ളൂ. എല്ലാവരും പെരക്കകത്ത് വാതിലടപ്പിച്ച് വിളിച്ച് നിങ്ങൾ ഇവിടുന്ന് തൊള്ളയിട്ട് വിളിച്ച് പറഞ്ഞ് കുട്ടികളെ കയറ്റി അകത്തടപ്പിക്കാൻ പറഞ്ഞ്. ചെറിയ മക്കൾ കളിച്ചോണ്ടിരിക്കുന്ന മക്കളല്ലേ, മക്കൾക്ക് അറിയോ?
അത് അല്ല, അവരന്ന് എന്താ ചെയ്യേണ്ടത്? ഞങ്ങളോട് സമൂഹമായി ചെയ്യേണ്ട, പോലീസ് ചെയ്യേണ്ട കാര്യം എന്താ? നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതല്ലേ കടമ? നമ്മളെ മാറ്റി ഇതാക്കുക. എൻ്റെ പേര് അബ്ദുറഹ്മാൻ. തീർച്ചയായും ഇത് തന്നെയാണ് പറയുന്നത്. ഈ ഇത്തരത്തിൽ ഈ കടുവയ്ക്കായുള്ള ഈ തെരച്ചിൽ നടത്തുമ്പോഴും ഇവിടെ ഈ കടുവയെ കണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മളോട് സംസാരിക്കുക. ഈ ഇദ്ദേഹത്തിന്റെ സുഹൃത്താണ് ഇത്തരത്തിൽ ഈ കടുവയെ കണ്ടിട്ടുള്ളത്. മാത്രമല്ല അവിടെയുള്ള വീടിന്റെ പുറത്തുള്ള ഈ പുറകുവശത്ത് ഈ കടുവയെ കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. ഈ പ്രദേശത്ത് 20-ലധികം വീടുകളുണ്ട്. ആ വീട്ടിൽ നിന്നും 2 കുട്ടികളടക്കം ഈ കടുവയെ കണ്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഈ കടുവയെ കണ്ട ഈ കുട്ടികളോട് സുരക്ഷാ സ്ഥാനത്തേക്ക് പോകാൻ പറയാൻ വേണ്ടിയാണ് തങ്ങൾ അവിടെ പോയത്. അല്ലാതെ മറ്റൊരു സാഹചര്യത്തിൽ കടുവയെ കാണുക എന്നുള്ളത് കൊണ്ടല്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ പോലീസുകാർ അവരെ ഓടിക്കുക, എന്നിട്ട് അവിടെ നോക്കി നിൽക്കുക, അല്ലാതെ കുട്ടികളെ സംരക്ഷിക്കാനുള്ള നിലപാട് എടുത്തില്ല. പിന്നീട് തങ്ങൾ ഇവിടെ വിളിച്ചു കൂവിയിട്ടാണ് ആ കുട്ടികൾ ആ വാതിൽ അടച്ചത്, വീടിനുള്ളിൽ കയറി വാതിൽ അടച്ചത് എന്നുള്ളതടക്കമുള്ളതാണ് ആ നാട്ടുകാർ ആക്ഷേപിക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് പോലെ തന്നെ ഈ പ്രദേശത്താകമാനം ആ തെരച്ചിൽ നടക്കുകയാണ്. ഈ തൊഴിലത്തോട്ടത്തിന്റെ താഴെ അവിടെ ആയിട്ടാണ് ഇത്തരത്തിൽ പ്രധാനമായും തെരച്ചിൽ നടത്തുന്നത്. പോലീസുകാരൊക്കെ ഈ പ്രദേശങ്ങളിലുണ്ട്. ഈ അക്കരെ കാണുന്ന ആ വീടുകളൊക്കെ കാണാം, നമുക്ക് ചെറിയ ചെറിയ വീടുകൾ കാണാം. ആ വീടുകളുടെ അടുത്തേക്കൊക്കെ ആ കടുവ എത്താനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും പറയുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നീങ്ങുമ്പോഴാണ് നാട്ടുകാർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി ഇവിടെ പ്രതിഷേധം ഉയർത്തുന്നത്. കുഞ്ഞു കുട്ടികൾ അടക്കമുള്ളവർ വീട്ടിൽ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സംരക്ഷണം ഒരുക്കേണ്ടതുണ്ട്. അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന ചുമതലയാണ് പോലീസിനും വനംവകുപ്പിനും ഉള്ളത് എന്നുള്ളതടക്കമാണ് പറയുന്നത്. എന്നിരുന്നാൽ തന്നെയും നാടകീയമായ പല സംഭവങ്ങളാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ അരങ്ങേറുന്നത്. കടുവ ഏത് തരത്തിൽ കടുവയെ പിടികൂടണമെന്നുള്ള ചർച്ച ഒരു സ്ഥലത്ത് പുരോഗമിക്കുകയാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ ഒരു കടുവ ഈ പ്രദേശത്ത് ഉണ്ട് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ നാട്ടുകാർ പറയുന്നത്. അത് ഏകദേശം എത്രമാത്രം സ്ഥിരീകരിക്കണമെന്ന് നമുക്ക് അറിയില്ല. എന്തിനാൽ തന്നെയും കടുവ അക്കരയിൽ തന്നെ അക്കരെ ആ കാടിനോട് ചേർന്നുള്ള പ്രദേശത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കടുവയെ പിടികൂടാനുള്ള ഒരു സാധ്യത നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ കടുവയെ പിടികൂടാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നാട്ടുകാരുമുള്ളത്. നാട്ടുകാർ ഇപ്പോൾ പറയുന്നത് ആ പ്രദേശത്ത് ഈ ഒരു കാട് നിറഞ്ഞ തോന്നുന്ന ഒരു പ്രദേശമാണ്. ആ കാട് നിറഞ്ഞ പ്രദേശത്തടക്കം കടുവ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. ആ വീടുകളുണ്ട്, 10-20ഓളം വീടുകളാണ് ആ പ്രദേശത്തുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രദേശാകമാനം ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്തായാലും അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ്. മാനന്തവാടിയിൽ നരഭോജി കടുവയുടെ സാന്നിധ്യം വീണ്ടും കണ്ടിരിക്കുന്നു. പഞ്ചാരക്കൊല്ലി ജനവാസ മേഖലയിൽ കടുവയെ വീണ്ടും കണ്ടതായി നാട്ടുകാർ പറയുന്നുണ്ട്. ആ ഭാഗത്തേക്ക് വനപാലകർ അടങ്ങുന്ന സംഘം തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്രിയയുടെ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധന. അതോടൊപ്പം തന്നെ പ്രതിഷേധവും ഒരു ഭാഗത്ത് ശക്തമായി തന്നെ തുടരുന്നുണ്ട്. പ്രതിഷേധത്തെ തുടർന്ന് കളക്ടർക്ക് പകരമെത്തിയ ADMന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ആരംഭിച്ചിട്ടുണ്ട്. കടുവയെ വെടിവെച്ചു കൊല്ലണമെന്നും തോട്ടം തൊഴിലാളികൾക്ക് സുരക്ഷ ഉറപ്പാക്കണം എന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. കളക്ടറും സബ് കളക്ടറും സ്ഥലത്തെത്താത്തതിൽ പ്രതിഷേധം തുടരുമെന്നും നാട്ടുകാർ അറിയിച്ചിട്ടുണ്ട്. ബേസ് ക്യാമ്പിന് മുന്നിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അരങ്ങേറിയത്. അർജുനിലേക്ക് വീണ്ടും. അർജുൻ, പഞ്ചാരക്കൊല്ലിയിൽ തന്നെ കടുവയുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. വനപാലക സംഘത്തിനും അതേ അഭിപ്രായം തന്നെയാണ്. എന്തായാലും ഇത് വൈകുന്നേരത്തോടടുക്കുകയാണ്, സന്ധ്യയോടടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി തിരച്ചിൽ കൂടുതൽ ദുഷ്കരമാകാനുള്ള സാഹചര്യമുണ്ട്. ഇരുട്ട് വീഴുന്നതിന് മുൻപ് തന്നെ കടുവയെ കണ്ടെത്തേണ്ടത് ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ആശങ്ക വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ഇരുട്ട് വീണിരിക്കുന്നു. ഇനി കടുവയെ തിരയുക എന്ന് പറയുന്നത് വലിയ ദുഷ്കരമായിട്ടുള്ള കാഴ്ചയാണ്. നമ്മളിപ്പോൾ ഫ്രെയിമിൽ കണ്ടതുപോലെ അത്തരത്തിലാണ് ഇവിടെ കാണുന്ന ഈ ഫ്രെയിമിൽ കാണുന്ന ഈ വീട്. ആ വീട് ഒന്ന് സൂം ചെയ്യട്ടെ, ഒന്ന് സൂം ചെയ്താൽ സൂം ചെയ്ത് കാണുവാൻ സാധിക്കും. ഇത്തരത്തിൽ നിരവധി വീടുകളാണ് ഇവിടെയുള്ളത്. ഈ വീടിന്റെ ഇത്തരത്തിൽ വീടുകളുടെ വേക്കിലാണ് ഈ കടുവയെ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെയുള്ള കുട്ടികളെ അടക്കം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുവാൻ വേണ്ടി നാട്ടുകാർ ഓടിയെത്തിയതാണ്. അത്തരത്തിലാണ് ഇവർ ഇവിടെ ഓടിയെത്തിയത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ കടുവയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളോട് കുറച്ച് അപ്പുറത്തേക്ക് മാറി നിൽക്കാൻ ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും വനം വകുപ്പിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും നിർദ്ദേശനം കൃത്യമായി ചെവിക്കൊള്ളേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പ്രദേശത്തു നിന്നും തൽക്കാലത്തേക്ക് മാറുകയാണ്. എന്തിനാൽ തന്നെയും അല്പസമയത്തിനകം തന്നെ ആ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വനപാലകരുള്ളത്. സ്വാഭാവികമായിട്ടും പോലീസ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. കുട്ടികൾ അടക്കമുള്ളവരാണ് ഇത്തരത്തിൽ തെരച്ചിലിനായി ഇറങ്ങിയിട്ടുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. കുട്ടികൾ അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ശ്രദ്ധ വേണ്ടതുണ്ട്.
അതുകൊണ്ട് ഈ കുട്ടികളെയൊക്കെ ഈ പ്രദേശത്ത് മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യമാണ്. തൊട്ടപ്പുറത്താണ് കടുവയുടെ സാന്നിധ്യമുണ്ടായത്, തൊട്ടക്കരെയാണ് കടുവയുടെ സാന്നിധ്യമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നാട്ടുകാരെല്ലാം ഇവിടെ വന്ന ഒച്ചയുണ്ടാവുകയാണെങ്കിൽ അടക്കം ഈ കടുവയെ കാണുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ആ കടുവ മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല വലിയ രീതിയിലുള്ള അപകടമടക്കം ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് നിന്നും എല്ലാവരും മാറണം എന്നുള്ളതാണ്. മാധ്യമപ്രവർത്തകരടക്കം ഈ പ്രദേശത്ത് മാറണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് വനംവകുപ്പിന്റെയും അതുപോലെ തന്നെ ആ പോലീസിന്റെയും ഭാഗത്തു നിന്നുള്ളത്. RRT സംഘങ്ങളൊക്കെ ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്.